ഹായ്, എൻ്റെ കൂടെ പാർത്ഥിവ് ഉണ്ട്. പാർത്ഥിവ് കോഴിക്കോട്ടുകാരനാണ്. പാർത്ഥിവ് നമ്മുടെ ജെയുടെ അഡ്വാൻസ് സ്റ്റുഡൻ്റ് ആണ്. ഇപ്പോൾ 96% ജെഇ മെയിനിൽ സ്കോർ ചെയ്ത് സൈലത്തിൻ്റെ ജെഇ അഡ്വാൻസ് സ്റ്റുഡൻ്റ് ആയിട്ട് ഇപ്പോൾ കോഴിക്കോട് ക്യാമ്പസിലുണ്ട് പാർത്ഥിവ്. നമുക്ക് പാർത്ഥിവിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. പാർത്ഥിവ്, ഹായ്. പാർത്ഥിവ് എങ്ങനെയാണ് സൈലത്തിലേക്ക് വരുന്നത്? പ്ലസ് ടു പഠിക്കുമ്പോൾ പ്ലസ് ടുയുടെ ക്ലാസ് ലൈവ് കണ്ട് അവിടുന്ന് പിന്നെ പ്ലസ് ടു കഴിഞ്ഞ ശേഷം ജെഇ പഠിക്കാൻ തീരുമാനിച്ചു. പ്ലസ് ടു കഴിഞ്ഞ ശേഷമാണ് ശരിക്കും ജെഇ പഠിക്കാൻ തീരുമാനിക്കുന്നത്. അതിനു മുമ്പ് ജെഇയെ കുറിച്ച് കേട്ടിരുന്നു? പ്ലസ് ടു പകുതി കേൾക്കുന്നത്. ഓക്കെ. എന്നിട്ട് സൈലത്തിന്റെ ക്ലാസ്സുകൾ ജോയിൻ ചെയ്തു. ഓഫ്ലൈൻ ആയിരുന്നു ഓൺലൈൻ ആയിരുന്നു? സൈലത്തിന്റെ ഓഫ്ലൈൻ. തൃശ്ശൂർ ക്യാമ്പസിൽ ഓഫ്ലൈൻ ആയിരുന്നു അല്ലേ? അപ്പൊ സൈലത്തിന്റെ തൃശ്ശൂർ ക്യാമ്പസിൽ അവിടെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയായിരുന്നത്, വീട്ടിൽ നിന്ന് പോയി വരുമായിരുന്നു, എങ്ങനെയായിരുന്നു? ഇല്ല, തൃശ്ശൂർ ഹോസ്റ്റലായിരുന്നു. എങ്ങനെയുണ്ട് സൈലത്തിന്റെ ഹോസ്റ്റലും അവിടുത്തെ വാർഡനും മെന്ററും ഒക്കെ? സൈലത്തിന്റെ ഹോസ്റ്റലാണെങ്കിലും ക്ലാസ് ആണെങ്കിലും അടിപൊളിയാണ്. ഹോസ്റ്റലിൽ പഠിക്കാനുള്ള സൗകര്യം അതൊക്കെ അടിപൊളി. വാർഡനും മെന്ററൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആണോ? പഠിക്കാൻ വേണ്ടി നമുക്ക് എന്ത് പ്രശ്നം പറഞ്ഞാലും ഓക്കെ നമ്മളൊക്കെ ഉണ്ടാവും കൂടെ. കൂടെയുള്ള ഫ്രണ്ട്സും ഒക്കെ ഹോസ്റ്റലിൽ പഠിക്കാൻ സംശയം ചോദിച്ച് പഠിക്കാനൊക്കെ പറ്റും. ഓക്കെ. ഈ ക്ലാസ്സുകൾ അടിപൊളിയാണെന്ന് പറഞ്ഞല്ലോ, അതെന്താ അടിപൊളിയാണെന്ന് പറയാനുള്ള കാരണം? എല്ലാവർക്കും മനസ്സിലാവും. അത് പിന്നെ ഫസ്റ്റ് തൊട്ടേ ബേസ് തൊട്ടേ പഠിപ്പിച്ചു തരും. ഇപ്പൊ പ്ലസ് ടുവിൽ നിനക്ക് എത്ര പെർസെന്റേജ് സ്കോർ ഉണ്ടായിരുന്നു? പ്ലസ് ടു എനിക്ക് 83. ബേസ് ഒക്കെ ഉണ്ടായിരുന്നോ പ്ലസ് വൺ പ്ലസ് ടു? ഇല്ല. തീരെ ബേസിലായിരുന്നു. ഓക്കെ. എന്നിട്ടാണ് ജെഇ ക്ലാസ്സിലേക്ക് വരുന്നത് അല്ലേ? ഓക്കെ. അപ്പൊ അവിടെ എങ്ങനെയായിരുന്നു ക്ലാസ്സുകൾ? അവിടെ ഫസ്റ്റ് തൊട്ടേ ബേസ് ഒക്കെ സെറ്റ് ആക്കി. എന്നിട്ട് ടീച്ചേഴ്സ് ഒക്കെ അപ്രോച്ചബിൾ ആയിരുന്നു? മീൻസ് നമുക്ക് എപ്പോ വേണമെങ്കിലും ചെന്ന് ഡൗട്ട് ഒക്കെ ചോദിക്കാൻ പറ്റുമോ? ടീച്ചേഴ്സ് ഒക്കെ അടിപൊളിയായിരുന്നു. നമുക്ക് എന്ത് ഡൗട്ട് ചോദിച്ചാലും പറഞ്ഞു തരും. ക്ലാസ് ഒന്ന് ഡൗട്ട് ചോദിക്കാം. അതല്ല ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ നടക്കുക? പിന്നെ നമുക്ക് അവിടെ ഹോസ്റ്റലിൽ ഡൗട്ട് ക്ലിയറൻസ് വരും. പിന്നെ പുറത്ത് ചോദിക്കാം. ടീച്ചേഴ്സ് ഹോസ്റ്റലിലേക്ക് വരും? ഹോസ്റ്റലിൽ ലീവുള്ള. ഓക്കെ. അപ്പൊ അതും പോസിബിൾ ആണ് അല്ലേ? ഓക്കെ. സൈലത്തിന്റെ മെറ്റീരിയൽ അടിപൊളിയാണ്. നമുക്ക് ജെഇക്ക് പ്രീവിയസ് അതേ ഇത് വന്നു. നമ്മുടെ മെറ്റീരിയലിലെ ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ജെഇ മെയിൻ വന്നിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ജെഇ മെയിൻ്റെ ഫസ്റ്റ് ഫേസിന് നിനക്ക് എത്രയാണ് പെർസെന്റേജ് ഉണ്ടായിരുന്നത്? 94. സെക്കൻഡ് ഫേസിലേക്ക് വന്നപ്പോൾ 96. ഫസ്റ്റ് ഫേസിന്റെ ശേഷമാണല്ലോ ഇവിടെ പിന്നെ കോഴിക്കോട്ടേക്ക് വരുന്നത് അല്ല, അഡ്വാൻസിന്റെ കോച്ചിങ്ങിന് വേണ്ടി വരുന്നത്. ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു അഡ്വാൻസിന്റെ കോച്ചിങ് ഇപ്പൊ ഇതുവരെ? അഡ്വാൻസ് കോച്ചിങ് അടിപൊളിയാണ്. അപ്പൊ അഡ്വാൻസ് എന്തായാലും ക്രാക്ക് ചെയ്യാൻ പറ്റും, കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് ഇപ്പൊ ഉണ്ടോ? കോൺഫിഡൻസ് ഉണ്ട്. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ. കൂടെയുള്ള ആളുകളൊക്കെ ഇപ്പൊ അഡ്വാൻസിന്റെ കൂടെ ഇരിക്കുന്ന കുട്ടികളൊക്കെ ഭയങ്കര കോമ്പറ്റീറ്റീവ് ആണോ? അത്യാവശ്യം കോമ്പറ്റീറ്റീവ് ആണോ? ഓക്കെ. അവരൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആണോ? സപ്പോർട്ടീവ് ആണ്. പാർത്ഥിവ് സ്റ്റേറ്റ് ആയിരുന്നു അതോ CBSE ആയിരുന്നു? ഞാൻ ഫസ്റ്റ് സ്റ്റേറ്റ് പഠിച്ചത് അല്ലേ? സ്റ്റേറ്റ് സിലബസ് പഠിച്ച് നേരെ ജെയുടെ ക്ലാസ്സിലേക്ക് വന്നപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ തോന്നിയിരുന്നോ? മാത്സും ബാക്കിയുള്ളതൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയിരുന്നു. പിന്നെ അവിടെ നിന്ന് റെഡി ആക്കി മാഷന്മാരും ആണോ കൂടെ ഇരുന്നു. ഓക്കെ. ഞാൻ കാര്യം ചോദിക്കട്ടെ, പൊതുവേ നമ്മൾ എപ്പോഴും പറയാറുണ്ട് ജെയുടെ കോച്ചിങ് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരിക്കും, ടെൻഷൻ ആയിരിക്കും, ഒരു പ്രഷർ കുക്കറിന്റെ ഉള്ളിലിട്ട് അടച്ചിട്ട പോലെ ആയിരിക്കും എന്നൊക്കെ എപ്പോഴും പൊതുവെ ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുട്ടികളൊക്കെ പറയാറുണ്ട്. പാർത്ഥിവിന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, സൈലത്ത് പഠിച്ചുകൊണ്ട് അത്ര സ്ട്രെസ്സും തോന്നിയിട്ടില്ല. പിന്നെ സ്ട്രെസ് എന്തായാലും മെന്റേഴ്സ് ഉണ്ടാവും, പറഞ്ഞാലും നമുക്ക് എന്തോരം ഡിസ്കസ് ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ. പാർത്ഥിവിന് ശേഷം വരുന്ന ഇനി ജൂനിയേഴ്സ് വരുന്നുണ്ടല്ലോ അവിടേക്ക്, അവരോട് എന്താ പാർത്ഥിവിന് പറയാനുള്ളത്? നന്നായി പഠിക്കുക, പിന്നെ സൈലത്തിന് മെറ്റീരിയൽ നല്ലോണം ചെയ്യാം. പാർത്ഥിവേ, ഒരു 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ സമയത്ത് പ്ലസ് വണ്ണിലൊക്കെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ജെഇയെ കുറിച്ചൊക്കെ കേട്ടിരുന്നെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടു ഒന്നുകൂടി സീരിയസ് ആയി പഠിച്ചിട്ട് ജെഇനെ വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു തോന്നുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്യാതെ തന്നെ? അത് തോന്നിയിരുന്നു. പിന്നെ പ്ലസ് വൺ പ്ലസ് ടു കൂടെ തന്നെ പഠിച്ച് ക്രാക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു തോന്നിയിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇനിയിപ്പോ 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികളുണ്ടല്ലോ, അവരോട് എന്താ പറയാനുള്ളത്? ഇപ്പൊ അവര് കാര്യമായിട്ട് നോക്കുക ചെയ്യുകയാണെങ്കിലും, അതായത് പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും പഠിക്കുന്ന ഒപ്പം തന്നെ അവർക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും അല്ലേ? കാരണം അതേ സിലബസ് തന്നെയല്ലേ, വേറെ എക്സ്ട്രാ ഒന്നും ചോദിക്കുന്നില്ലല്ലോ. കൂടെ തന്നെ പഠിച്ച് അതേ ഇയർ തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. അഡ്വാൻസ് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്.